യിരെമ്യാവ് അധ്യായം 4. ഇസ്രായേലേ, നീ മനം തിരിയുമെങ്കിൽ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വന്നു കൊള്ളുക എന്ന് യഹോവയുടെ അരുളപ്പാട്. നിന്റെ മ്ലേച്ഛ വിഗ്രഹങ്ങളെ എൻ്റെ മുൻപിൽ നിന്ന് നീക്കിക്കളയുമെങ്കിൽ നീ അലഞ്ഞു നടക്കേണ്ടി വരികയില്ല. യഹോവയാണ് എന്ന് നീ പരമാർത്ഥമായും ന്യായമായും നീതിയായും സത്യം ചെയ്യുകയും ജാതികൾ അവനിൽ തങ്ങളെ തന്നെ അനുഗ്രഹിച്ച് അവനിൽ പുകഴുകയും ചെയ്യും. യഹൂദാ പുരുഷന്മാരോടും യെരൂശലേമ്യരോടും യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിങ്ങൾ മുള്ളുകളുടെ ഇടയിൽ വിതയ്ക്കാതെ തരിശുനിലം ഉഴുവീൻ. യഹൂദാ പുരുഷന്മാരും യെരൂശലേം നിവാസികളുമായുള്ളോരെ, നിങ്ങളുടെ ദുഷ്പ്രവർത്തികൾ നിമിത്തം എൻ്റെ കോപം തീ പോലെ ജ്വലിച്ച് ആർക്കും കെടുത്തുകൂടാതെ വണ്ണം കത്താതിരിക്കേണ്ടതിന് നിങ്ങളെ തന്നെ യഹോവയ്ക്കായി പരിച്ഛേദന ചെയ്ത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അഗ്രചർമ്മം നീക്കിക്കളവീൻ. യഹൂദയിൽ അറിയിച്ച് യെരൂശലേമിൽ പ്രസിദ്ധമാക്കി ദേശത്ത് കാഹളമൂതുവാൻ പറവീൻ. കൂടി വരുവീൻ, നമുക്ക് ഉറപ്പുള്ള പട്ടണങ്ങളിലേക്ക് പോകാം എന്നുറക്കെ വിളിച്ചു പറവീൻ. സിയോന് കൊടി ഉയർത്തുവീൻ, നിൽക്കാതെ ഓടിപ്പോകുവീൻ. ഞാൻ വടക്ക് നിന്ന് അനർത്ഥവും വലിയ നാശവും വരുത്തും. സിംഹം പള്ളക്കാട്ടിൽ നിന്ന് ഇളകിയിരിക്കുന്നു. ജാതികളുടെ സംഹാരകൻ ഇതാ നിന്റെ ദേശത്തെ ശൂന്യമാക്കുവാൻ തൻ്റെ സ്ഥലം വിട്ടു പുറപ്പെട്ടിരിക്കുന്നു. അവൻ നിന്റെ പട്ടണങ്ങളെ നിവാസികളില്ലാതെ വണ്ണം നശിപ്പിക്കും. ഇത് നിമിത്തം രട്ടുടുപ്പീൻ, വിലപിച്ച് മുറയിടുവീൻ. യഹോവയുടെ ഉഗ്രകോപം നമ്മെ വിട്ടുമാറിയിട്ടില്ലല്ലോ. അന്നാളിൽ രാജാവിൻ്റെ ധൈര്യവും പ്രഭുക്കന്മാരുടെ ധൈര്യവും ക്ഷയിക്കും. പുരോഹിതന്മാർ ഭ്രമിച്ചും പ്രവാചകന്മാർ സ്തംഭിച്ചു പോകും എന്ന് യഹോവയുടെ അരുളപ്പാട്. അതിന് ഞാൻ, അയ്യോ യഹോവയായ കർത്താവേ, പ്രാണനിൽ വാൾ കടന്നിരിക്കെ നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് നീ ഈ ജനത്തെയും യെരൂശലേമിനെയും ഏറ്റവും വഞ്ചിച്ചുവല്ലോ എന്ന് പറഞ്ഞു. ആ കാലത്ത് ഈ ജനത്തോടും യെരൂശലേമിനോടും പറവാനുള്ളതെന്തെന്നാൽ, മരുഭൂമിയിലെ മൊട്ടക്കുന്നുകളിൽ നിന്ന് ഒരു ഉഷ്ണക്കാറ്റ് പേറ്റുവാനല്ല കൊഴിപ്പാനുമല്ല എൻ്റെ ജനത്തിൻ്റെ പുത്രിക്ക് നേരെ ഊതും. ഇതിലും കൊടുതായൊരു കാറ്റ് എൻ്റെ കൽപ്പനയാൽ വരും. ഞാൻ ഇപ്പോൾ തന്നെ അവരോട് ന്യായവാദം കഴിക്കും. ഇതാ അവൻ മേഘങ്ങളെപ്പോലെ കയറി വരുന്നു. അവൻ്റെ രഥങ്ങൾ ചുഴലിക്കാറ്റുപോലെ ആകുന്നു. അവൻ്റെ കുതിരകൾ കഴുക്കളെക്കാളും വേഗതയുള്ളവ. അയ്യോ കഷ്ടം, നാം നശിച്ചല്ലോ. യെരൂശലേമേ, നീ രക്ഷിക്കപ്പെടേണ്ടതിന് നിന്റെ ഹൃദയത്തിൻ്റെ ദുഷ്ടത കഴുകിക്കളക. നിന്റെ ദുഷ്ടവിചാരങ്ങൾ എത്രത്തോളം നിന്റെ ഉള്ളിലിരിക്കും. ദാനിൽ നിന്ന് ഉറക്കെ ഘോഷിക്കുന്നു, എഫ്രയീം മലയിൽ നിന്ന് അനർത്ഥത്തെ പ്രസിദ്ധമാക്കുന്നു. ജാതികളോട് പ്രസ്താവിപ്പീൻ, ഇത് കോട്ട വളയുന്നവർ ദൂരദേശത്തു നിന്ന് വന്ന് യഹൂദ പട്ടണങ്ങൾക്ക് നേരെ ആർപ്പ് വിളിക്കുന്നു എന്ന് യെരൂശലേമിനോട് അറിയിപ്പീൻ. അവൾ എന്നോട് മത്സരിച്ചിരിക്കൊണ്ട് അവർ വയലിലെ കാവൽക്കാരെ പോലെ അവളുടെ നേരെ വന്ന് ചുറ്റും വളഞ്ഞിരിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. നിന്റെ നടപ്പും പ്രവൃത്തികളും ഹേതുവായിട്ടത്രേ ഇവ നിനക്ക് വന്നത്. ഇത്ര കയ്പായിരിക്കാനും നിന്റെ ഹൃദയത്തിന് തട്ടുവാനും കാരണം നിന്റെ ദുഷ്ടത തന്നെ. അയ്യോ എൻ്റെ ഉദരം, എൻ്റെ ഉദരം, എനിക്ക് നോവ് കിട്ടിയിരിക്കുന്നു. അയ്യോ എൻ്റെ ഹൃദയഭിത്തികൾ, എൻ്റെ നെഞ്ചിടിക്കുന്നു. എനിക്ക് മിണ്ടാതെ ഇരുന്നുകൂടാ. എൻ്റെ ഉള്ളം കാഹളനാദവും യുദ്ധത്തിൻ്റെ ആർപ്പുവിളിയും കേട്ടിരിക്കുന്നു. നാശത്തിന്മേൽ നാശം വിളിച്ചു പറയുന്നു. ദേശമൊക്കെയും ശൂന്യമായി പെട്ടെന്ന് എൻ്റെ കൂടാരങ്ങളും ഒരു ക്ഷണത്തിൽ എൻ്റെ തിരശീലകളും കവർച്ചയായിപ്പോയി. എത്രത്തോളം ഞാൻ കൊടി കണ്ട് കാഹളധ്വനി കേൾക്കേണ്ടി വരും. എൻ്റെ ജനം ഭോഷന്മാർ, അവർ എന്നെ അറിയുന്നില്ല. അവർ ബുദ്ധികെട്ട മക്കൾ, അവർക്ക് ഒട്ടും ബോധമില്ല. ദോഷം ചെയ്യുവാൻ അവർ സമർത്ഥന്മാർ, നന്മ ചെയ്യുവാനോ അവർക്കറിഞ്ഞുകൂടാ. ഞാൻ ഭൂമിയെ നോക്കി അതിനെ പാഴും ശൂന്യമായി കണ്ടു. ഞാൻ ആകാശത്തെ നോക്കി അതിന് പ്രകാശമില്ലാതെയിരുന്നു. ഞാൻ പർവ്വതങ്ങളെ നോക്കി അവ വിറയ്ക്കുന്നത് കണ്ടു. കുന്നുകളെല്ലാം ആടിക്കൊണ്ടിരുന്നു. ഞാൻ നോക്കി ഒരു മനുഷ്യനെയും കണ്ടില്ല.
ആകാശത്തിലെ പക്ഷികളൊക്കെയും പറന്നു പോയിരുന്നു. ഞാൻ നോക്കി, ഉദ്യാനം മരുഭൂമിയായി തീർന്നിരിക്കുന്നത് കണ്ടു. അതിലെ പട്ടണങ്ങളൊക്കെയും യഹോവയാൽ അവന്റെ ഉഗ്രകോപം ഹേതുവായി ഇടിഞ്ഞു പോയിരിക്കുന്നു. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ദേശമൊക്കെയും ശൂന്യമാകും, എങ്കിലും ഞാൻ മുഴുവനായി മുടിച്ചു കളകയില്ല. ഇത് നിമിത്തം ഭൂമി വിലപിക്കും, മീതെ ആകാശം കറുത്തുപോകും. ഞാൻ നിർണയിച്ചരുളി ചെയ്തിരിക്കുന്നു, ഞാൻ അനുതപിക്കുകയില്ല, പിന്മാറുകയുമില്ല. കുതിരച്ചേവകരുടെയും വില്ലാളികളുടെയും ആരവം ഹേതുവായി സകല നഗരവാസികളും ഓടിപ്പോകുന്നു. അവർ പള്ളക്കാടുകളിൽ ചെന്ന് പാറകളിന്മേൽ കയറുന്നു. സകല നഗരവും ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു, ആരും അവിടെ പാർക്കുന്നതുമില്ല. ഇങ്ങനെ ശൂന്യമായി പോകുമ്പോൾ നീ എന്തു ചെയ്യും? നീ രക്താംബരം ധരിച്ചാലും പൊന്നാഭരണം അണിഞ്ഞാലും നിന്റെ കണ്ണിൽ മഷി എഴുതിയാലും വ്യർത്ഥമായി നിനക്ക് സൗന്ദര്യം വരുത്തുന്നു. നിന്റെ ജാരന്മാർ നിന്നെ നിരസിച്ച് എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നു. ഈറ്റുനോവ് കിട്ടിയവളുടെ ഒച്ച പോലെയും കടിഞ്ഞൂൽ കുട്ടിയെ പ്രസവിക്കുന്നവളുടെ ഞരക്കം പോലെയും ഒരു ശബ്ദം ഞാൻ കേട്ടു. നെടുവീർപ്പിട്ടും കൈമലർത്തിയും കൊണ്ട് അയ്യോ കഷ്ടം, എൻ്റെ പ്രാണൻ കുലപാതകന്മാരുടെ മുൻപിൽ ക്ഷയിച്ചു പോകുന്നു എന്ന് പറയുന്ന സിയോൻ പുത്രിയുടെ ശബ്ദം തന്നെ. യിരെമ്യാവ് അധ്യായം 5. ന്യായം പ്രവർത്തിക്കുകയും വിശ്വസ്തത കാണിക്കുകയും ചെയ്യുന്നവനുണ്ടോ? ഒരുത്തനെ കാണുമോ എന്ന് യെരൂശലേമിന്റെ വീഥികളിൽ ചുറ്റി നടന്ന് അന്വേഷിക്കുകയും അതിൻ്റെ വിശാല സ്ഥലങ്ങളിൽ തിരഞ്ഞ് അറിയുകയും ചെയ്യുവീൻ. കണ്ടു എങ്കിൽ ഞാൻ അതിനോട് ക്ഷമിക്കും. യഹോവയാണ് എന്ന് പറഞ്ഞാലും അവർ കപടമായിട്ടത്രേ സത്യം ചെയ്യുന്നത്. യഹോവേ, നിന്റെ കണ്ണ് വിശ്വസ്തതയല്ലയോ നോക്കുന്നത്? നീ അവരെ അടിച്ചുവെങ്കിലും അവർ വേദനപ്പെട്ടില്ല. നീ അവരെ ക്ഷയിപ്പിച്ചുവെങ്കിലും അവർക്ക് ബോധം കൈക്കൊള്ളുവാൻ മനസ്സില്ലായിരുന്നു. അവർ തങ്ങളുടെ മുഖം പാറയേക്കാൾ കടുപ്പമാക്കി, മടങ്ങി വരുവാൻ അവർക്ക് മനസ്സില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ, ഇവർ അല്പന്മാർ, ബുദ്ധിഹീനർ തന്നെ. അവർ യഹോവയുടെ വഴിയും തങ്ങളുടെ ദൈവത്തിന്റെ ന്യായവും അറിയുന്നില്ല. ഞാൻ മഹാന്മാരുടെ അടുക്കൽ ചെന്ന് അവരോട് സംസാരിക്കും. അവർ യഹോവയുടെ വഴിയും തങ്ങളുടെ ദൈവത്തിന്റെ ന്യായവും അറിയും എന്ന് പറഞ്ഞു. എന്നാൽ അവരും ഒരുപോലെ നുകം തകർത്ത് കയറു പൊട്ടിച്ചു കളഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് കാട്ടിൽ നിന്ന് ഒരു സിംഹം വന്ന് അവരെ കൊല്ലും. മരുപ്രദേശത്തിലെ ചെന്നായ് അവരെ പിടിച്ചുകൊണ്ടുപോകും. പുള്ളിപ്പുലി അവരുടെ പട്ടണങ്ങൾക്കെതിരെ പതിയിരിക്കും. അവയിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന എല്ലാവരെയും പറിച്ചു കീറിക്കളയും. അവരുടെ അതിക്രമങ്ങൾ വളരെയല്ലോ, അവരുടെ പിന്മാറ്റങ്ങളും പെരുകിയിരിക്കുന്നു. ഞാൻ നിന്നോട് ക്ഷമിക്കുന്നതെങ്ങനെ? നിന്റെ മക്കൾ എന്നെ ഉപേക്ഷിച്ച് ദൈവമല്ലാത്തവയെ ചൊല്ലി സത്യം ചെയ്തു വരുന്നു. ഞാൻ അവരെ പോഷിപ്പിച്ച സമയത്ത് അവർ വ്യഭിചാരം ചെയ്യുകയും വേശ്യാഗ്രഹങ്ങളിൽ കൂട്ടമായി ചെല്ലുകയും ചെയ്തു. തീറ്റി തടുപ്പിച്ച കുതിരകളെപ്പോലെ അവർ മതിച്ചു നടന്നു. ഓരോരുത്തൻ താന്താന്റെ കൂട്ടുകാരന്റെ ഭാര്യയെ നോക്കി ചിറാലിക്കുന്നു. ഇവ നിമിത്തം ഞാൻ സന്ദർശിക്കാതെ ഇരിക്കുമോ? ഇങ്ങനെയുള്ള ജാതിയോട് ഞാൻ പകരം ചെയ്യാതിരിക്കുമോ എന്ന് യഹോവയുടെ അരുളപ്പാട്. അതിന്റെ മതിലുകളിന്മേൽ കയറി നശിപ്പിപ്പീൻ, എങ്കിലും മുടിച്ചു കളയരുത്. അതിന്റെ കൊമ്പുകളെ നീക്കിക്കളവീൻ, അവ യഹോവയ്ക്കുള്ളവയല്ലല്ലോ. ഇസ്രായേൽ ഗ്രഹവും യഹൂദാ ഗ്രഹവും എന്നോട് മഹാദ്രോഹം ചെയ്തിരിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. അവർ യഹോവയെ നിഷേധിച്ച് പറഞ്ഞത്, അത് അവനല്ല, നമുക്ക് ദോഷം വരികയില്ല, നാം വാളോ ക്ഷാമമോ കാണുകയുമില്ല. പ്രവാചകന്മാർ കാറ്റായിത്തീരും, അവർക്ക് അരുളപ്പാടില്ല, അവർക്ക് അങ്ങനെ ഭവിക്കട്ടെ. അതുകൊണ്ട് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിങ്ങൾ ഈ വാക്കു പറഞ്ഞതുകൊണ്ട് ഇതാ ഞാൻ നിന്റെ വായിൽ എൻ്റെ വചനങ്ങളെ തീയും ഈ ജനത്തെ വിറകുമാക്കും. അവർ അതിന് ഇരയായിത്തീരും. ഇസ്രായേൽ ഗ്രഹമേ, ഞാൻ ദൂരത്ത് നിന്ന് ഒരു ജാതിയെ നിങ്ങളുടെ നേരെ വരുത്തും എന്ന് യഹോവയുടെ അരുളപ്പാട്. അത് സ്ഥിരതയുള്ള ഒരു ജാതി, പുരാതനമായ ഒരു ജാതി, ഭാഷ നിനക്ക് അറിഞ്ഞുകൂടാത്തതും
വാക്ക് നിനക്ക് തിരിയാത്തതുമായ ഒരു ജാതി തന്നെ. അവരുടെ ആവനാഴി തുറന്ന ശവക്കുഴി, അവരെല്ലാവരും വീരന്മാരത്രേ. നിന്റെ പുത്രന്മാരും പുത്രിമാരും ഭക്ഷിക്കേണ്ടുന്ന നിന്റെ വിളവും നിന്റെ ആഹാരവും അവർ ഭക്ഷിച്ചു കളയും. അവർ നിന്റെ ആടുകളെയും കന്നുകാലികളെയും തിന്നുകളയും. അവർ നിന്റെ മുന്തിരിവള്ളികളെയും അത്തിവൃക്ഷങ്ങളെയും തിന്നുകളയും. നീ ആശ്രയിക്കുന്ന നിന്റെ ഉറപ്പുള്ള പട്ടണങ്ങളെ അവർ വാൾ കൊണ്ട് ശൂന്യമാക്കി കളയും. എന്നാൽ അന്നാളിലും ഞാൻ നിങ്ങളെ മുടിച്ചു കളകയില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. നമ്മുടെ ദൈവമായ യഹോവ ഇവയൊക്കെയും നമ്മോട് ചെയ്യുവാൻ സംഗതി എന്തെന്ന് ചോദിക്കുമ്പോൾ നീ അവരോട്, നിങ്ങൾ എന്നെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ദേശത്ത് അന്യദേവന്മാരെ സേവിച്ചതുപോലെ നിങ്ങൾക്കുള്ളതല്ലാത്ത ദേശത്ത് നിങ്ങൾ അന്യജാതിക്കാരെ സേവിക്കേണ്ടി വരും എന്നുത്തരം പറയണം. നിങ്ങൾ യാക്കോബ് ഗൃഹത്തിൽ പ്രസ്താവിച്ച് യഹൂദയിൽ പ്രസിദ്ധമാക്കേണ്ടതെന്തെന്നാൽ, കണ്ണുണ്ടായിട്ടും കാണാതെയും ചെവിയുണ്ടായിട്ടും കേൾക്കാതെയും ഇരിക്കുന്ന മൂഢന്മാരും ബുദ്ധിഹീനന്മാരുമായ ജനമേ, ഇത് കേൾപ്പീൻ. നിങ്ങൾ എന്നെ ഭയപ്പെടുകയില്ലയോ, എൻ്റെ സന്നിധിയിൽ വിറയ്ക്കയില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ കടലിന് കവിഞ്ഞുകൂടാതെ വണ്ണം നിത്യപ്രമാണമായി മണൽ അതിരാക്കി വെച്ചിരിക്കുന്നു. തിരകൾ അലച്ചാലും സാധിക്കയില്ല, എത്ര തന്നെ ഇരച്ചാലും അതിർ കടക്കയില്ല. ഈ ജനത്തിനോ ശാഠ്യവും മത്സരവുമുള്ളൊരു ഹൃദയമുണ്ട്. അവർ ശഠിച്ചു പോയി കളഞ്ഞിരിക്കുന്നു. മുൻമഴയും പിന്മഴയും ഇങ്ങനെ നമുക്ക് അതത് സമയത്ത് വേണ്ടുന്ന മഴ തരികയും കൊയ്ത്തിനുള്ള കാലാവധി പാലിച്ചു തരികയും ചെയ്യുന്ന നമ്മുടെ ദൈവമായ യഹോവയെ നാം ഭയപ്പെടുക എന്നവർ ഹൃദയത്തിൽ പറയുന്നതുമില്ല. ഇവ മാറിപ്പോകുവാൻ നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ കാരണം. നിങ്ങളുടെ പാപങ്ങളാൽ ഈ നന്മയ്ക്ക് മുടക്കം വന്നിരിക്കുന്നു. എൻ്റെ ജനത്തിൻ്റെ ഇടയിൽ ദുഷ്ടന്മാരെ കാണുന്നു. അവർ വേടന്മാരെ പോലെ പതിയിരിക്കുന്നു. അവർ കുടുക്ക് വെച്ച് മനുഷ്യരെ പിടിക്കുന്നു. കൂട്ടിൽ പക്ഷി നിറഞ്ഞിരിക്കുന്നതുപോലെ അവരുടെ വീട്ടിൽ വഞ്ചന നിറഞ്ഞിരിക്കുന്നു. അങ്ങനെ അവർ മഹാന്മാരും ധനവാന്മാരും ആയിത്തീർന്നിരിക്കുന്നു. അവർ പുഷ്ടി വെച്ച് മിന്നുന്നു. ദുഷ്കാര്യങ്ങളിൽ അവർ കവിഞ്ഞിരിക്കുന്നു. അവർ അനാഥന്മാർക്ക് ഗുണം വരത്തക്കവണ്ണം അവരുടെ വ്യവഹാരം നടത്തുന്നില്ല. ദരിദ്രന്മാർക്ക് ന്യായപാലനം ചെയ്യുന്നതുമില്ല. ഇവ നിമിത്തം ഞാൻ സന്ദർശിക്കാതെ ഇരിക്കുമോ? ഇങ്ങനെയുള്ള ജാതിയോട് ഞാൻ പകരം ചെയ്യാതെ ഇരിക്കുമോ എന്ന യഹോവയുടെ അരുളപ്പാട്. വിസ്മയവും ഭയങ്കരവുമായുള്ളത് ദേശത്ത് സംഭവിക്കുന്നു. പ്രവാചകന്മാർ വ്യാജമായി പ്രവചിക്കുന്നു. പുരോഹിതന്മാരും അവരോട് ഒരു കൈയായി നിന്ന് അധികാരം നടത്തുന്നു. എൻ്റെ ജനത്തിനോ അതിഷ്ടമാകുന്നു. എന്നാൽ ഒടുക്കം നിങ്ങൾ എന്തു ചെയ്യും? യിരെമ്യാവ് അധ്യായം 6. ബെന്യാമീൻ മക്കളെ, യെരൂശലേമിന്റെ നടുവിൽ നിന്ന് ഓടിപ്പോകുവീൻ. തെക്കോവയിൽ കാഹളമൂതുവീൻ. ബേത്ത് ഹക്കേരേമിൽ ഒരു തീക്കുറി ഉയർത്തുവീൻ. വടക്കുനിന്ന് അനർത്ഥവും മഹാനാശവും കാണായി വരുന്നു. സുന്ദരിയും സുഖഭോഗിനിയുമായ സിയോൻ പുത്രിയെ ഞാൻ മുടിച്ചു കളയും. അവളുടെ അടുക്കൽ ഇടയന്മാർ ആട്ടിൻകൂട്ടങ്ങളോടുകൂടെ വരും. അവർ അവൾക്കെതിരെ ചുറ്റിലും കൂടാരമടിക്കും. അവർ ഓരോരുത്തൻ താന്താന്റെ ഭാഗത്ത് മേയിക്കും. അതിൻ്റെ നേരെ പടയൊരുക്കുവീൻ. എഴുന്നേൽപ്പീൻ, ഉച്ചയ്ക്ക് തന്നെ നമുക്ക് കയറിച്ചെല്ലാം. അയ്യോ കഷ്ടം, നേരം വൈകി, നിഴൽ നീണ്ടുപോയി. എഴുന്നേൽപ്പീൻ, രാത്രിയിൽ നാം കയറിച്ചെന്ന് അതിലെ അരമനകളെ നശിപ്പിക്കുക. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം കൽപ്പിക്കുന്നു: വൃക്ഷം മുറിപ്പീൻ, യെരൂശലേമിന് നേരെ വാട കോരുവീൻ. സന്ദർശിക്കപ്പെടുവാനുള്ള നഗരം ഇത് തന്നെ. അതിൻ്റെ അകം മുഴുവനും പീഡനം നിറഞ്ഞിരിക്കുന്നു. കിണറ്റിൽ പച്ചവെള്ളം നിറഞ്ഞിരിക്കുന്നത് പോലെ അതിലെപ്പോഴും പുതിയ ദുഷ്ടത സംഭവിക്കുന്നു. സാഹസവും കവർച്ചയുമേ അവിടെ കേൾപ്പാനുള്ളൂ. എൻ്റെ മുൻപിൽ എപ്പോഴും ദീനവും മുറിവും മാത്രമേയുള്ളൂ. യെരൂശലേമേ, എൻ്റെ ഉള്ളം നിന്നെ വിട്ടുപിരിയാതെയും ഞാൻ നിന്നെ ശൂന്യവും നിർജ്ജന പ്രദേശവും ആക്കാതെയും ഇരിക്കേണ്ടതിന് ഉപദേശം കൈക്കൊള്ളുക. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു:
ഇസ്രായേലിന്റെ ശേഷിപ്പിനെ മുന്തിരിപ്പഴം പോലെ അരിച്ചു പറിക്കും. മുന്തിരിപ്പഴം പറിക്കുന്നവനെ പോലെ നിന്റെ കൈ വീണ്ടും വഴികളിലേക്ക് നീട്ടുക. അവർ കേൾപ്പാൻ തക്കവണ്ണം ഞാൻ ആരോട് സംസാരിച്ച് സാക്ഷീകരിക്കേണ്ടു? അവരുടെ ചെവിക്ക് പരിച്ഛേദനയില്ലായ്കയാൽ ശ്രദ്ധിപ്പാൻ അവർക്ക് കഴിയുകയില്ല. യഹോവയുടെ വചനം അവർക്ക് നിന്ദയായിരിക്കുന്നു, അവർക്ക് അതിലിഷ്ടമില്ല. ആകയാൽ ഞാൻ യഹോവയുടെ ക്രോധം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അത് അടക്കി വെച്ച് ഞാൻ തളർന്നുപോയി. ഞാനത് വീഥികളിലെ കുട്ടികളിന്മേലും യൗവനക്കാരുടെ സംഘത്തിന്മേലും ഒരുപോലെ ഒഴിച്ചു കളയും. ഭർത്താവും ഭാര്യയും വൃദ്ധനും വയോധികനും കൂടെ പിടിപെടും. അവരുടെ വീടുകളും നിലങ്ങളും ഭാര്യമാരുമെല്ലാം അന്യന്മാർക്ക് ആയിപ്പോകും. ഞാൻ എൻ്റെ കൈ ദേശത്തിലെ നിവാസികളുടെ നേരെ നീട്ടും എന്ന് യഹോവയുടെ അരുളപ്പാട്. അവരൊക്കെയും ആബാലവൃദ്ധം ദ്രവ്യാഗ്രഹികളാകുന്നു. പ്രവാചകന്മാരും പുരോഹിതന്മാരും ഒരുപോലെ വ്യാജം പ്രവർത്തിക്കുന്നു. സമാധാനമില്ലാതിരിക്കെ സമാധാനം സമാധാനം എന്നും അവർ പറഞ്ഞ് എൻ്റെ ജനത്തിൻ്റെ മുറിവിനെ ലഘുവായി ചികിത്സിക്കുന്നു. മ്ലേച്ഛത പ്രവർത്തിച്ചതുകൊണ്ട് അവർ ലജ്ജിക്കേണ്ടി വരും. അവർ ലജ്ജിക്കുകയോ നാണമറിയുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് വീഴുന്നവരുടെ ഇടയിൽ അവർ വീണുപോകും. ഞാൻ അവരെ സന്ദർശിക്കുന്ന കാലത്ത് അവർ ഇടറി വീഴും എന്ന് യഹോവയുടെ അരുളപ്പാട്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ പാതകളെ നോക്കി ചോദിച്ച് അതിൽ നടപ്പീൻ. എന്നാൽ നിങ്ങളുടെ മനസ്സിന് വിശ്രാമം ലഭിക്കും. അവരോ ഞങ്ങൾ അതിൽ നടക്കയില്ല എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് കാവൽക്കാരെ ആക്കി കാഹളനാദം ശ്രദ്ധിപ്പീൻ എന്ന് കൽപ്പിച്ചു. എന്നാൽ അവർ ഞങ്ങൾ ശ്രദ്ധിക്കയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ജാതികളെ കേൾപ്പീൻ, സഭയെ അവരുടെ ഇടയിൽ നടക്കുന്നത് അറിഞ്ഞുകൊള്ളുക. ഭൂമിയോ കേൾക്ക. ഈ ജനം എൻ്റെ വചനങ്ങളെ ശ്രദ്ധിക്കാതെ എൻ്റെ ന്യായപ്രമാണത്തെ നിരസിച്ചു കളഞ്ഞതുകൊണ്ട് ഞാൻ അവരുടെ വിചാരങ്ങളുടെ ഫലമായി അനർത്ഥം അവരുടെ മേൽ വരുത്തും. ഷെബയിൽ നിന്ന് കുന്തിരിക്കവും ദൂരദേശത്തു നിന്ന് വയമ്പും എനിക്ക് കൊണ്ടുവരുന്നത് എന്തിന്? നിങ്ങളുടെ ഹോമയാഗങ്ങളിൽ എനിക്ക് പ്രസാദമില്ല, നിങ്ങളുടെ ഹനനയാഗങ്ങളിൽ എനിക്കിഷ്ടവുമില്ല. ആകയാൽ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ ഈ ജനത്തിൻ്റെ മുൻപിൽ ഇടർച്ചകളെ വയ്ക്കും. പിതാക്കന്മാരും പുത്രന്മാരും ഒരുപോലെ അതിന്മേൽ തട്ടി വീഴും. അയൽക്കാരനും കൂട്ടുകാരനും നശിച്ചു പോകും. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഇതാ വടക്ക് ദേശത്തു നിന്ന് ഒരു ജാതി വരുന്നു, ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് ഒരു മഹാജാതി ഉണർന്നു വരും. അവർ വില്ലും കുന്തവും എടുത്തിരിക്കുന്നു. അവർ ക്രൂരന്മാർ, കരുണയില്ലാത്തവർ തന്നെ. അവരുടെ ആരവം കടൽ പോലെ ഇരയ്ക്കുന്നു. സിയോൻ പുത്രി, അവർ നിന്റെ നേരെ യുദ്ധസന്നദ്ധരായി ഓരോരുത്തരും കുതിരപ്പുറത്ത് കയറി അണിനിരന്ന് നിൽക്കുന്നു. അതിൻ്റെ വർത്തമാനം കേട്ടിട്ട് ഞങ്ങളുടെ ധൈര്യം ക്ഷയിച്ചു. നോവ് കിട്ടിയ സ്ത്രീയെപ്പോലെ മഹാവ്യസനവും അതിവേദനയും ഞങ്ങളെ പിടിച്ചിരിക്കുന്നു. നിങ്ങൾ വയലിലേക്ക് ചെല്ലരുത്, വഴിയിൽ നടക്കേയുമരുത്. അവിടെ ശത്രുവിൻ്റെ വാളും ചുറ്റും ഭയവുമുണ്ട്. എൻ്റെ ജനത്തിൻ്റെ പുത്രി, രട്ടുടുത്ത് വെണ്ണീറിൽ ഉരുളുക. ഏകജാതനെക്കുറിച്ച് എന്ന പോലെയുള്ള ദുഃഖവും കഠിനമായുള്ള വിലാപവും കഴിച്ചുകൊള്ളുക. സംഹാരകൻ പെട്ടെന്ന് നമ്മുടെ നേരെ വരും. നീ എൻ്റെ ജനത്തിൻ്റെ നടപ്പ് പരീക്ഷിച്ചറിയേണ്ടതിന് ഞാൻ നിന്നെ അവരുടെ ഇടയിൽ ഒരു പരീക്ഷകനും മാറ്റുനോക്കുന്നവനും ആക്കി വച്ചിരിക്കുന്നു. അവരെല്ലാവരും മഹാമത്സരികൾ, നുണ പറഞ്ഞു നടക്കുന്നവർ, ചെമ്പും ഇരുമ്പുമത്രേ. അവരെല്ലാവരും വഷളത്വം പ്രവർത്തിക്കുന്നു. തുരുത്തി ഊതുന്നു, തീയിൽ നിന്ന് വരുന്നത് ഈയമത്രേ. ഊതിക്കഴിക്കുന്ന പണി വെറുതെ. ദുഷ്ടന്മാർ നീങ്ങിപ്പോകുന്നില്ലല്ലോ. യഹോവ അവരെ ത്യജിച്ചു കളഞ്ഞതുകൊണ്ട് അവർക്ക് കറക്കൻ വെള്ളി എന്ന് പേരാകും.